ഹലോ ഗെയ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ക്രിസ്മസിൻ്റെ തിരക്കുകളിലാണല്ലേ. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്. ഇന്ന് രാവിലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. വേറെ ഒന്നും അല്ല, കോർണിഷ് ബീച്ച് വരെ ഒന്ന് നടക്കാമെന്ന് ഓർത്തു. അപ്പോൾ രാവിലെ കണ്ടതാണ് കേട്ടോ. നല്ല ചെടികളുണ്ട്. കാരണം ഇപ്പോൾ നല്ല വിൻ്റർ സീസൺ അല്ലേ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ചെടികളും പൂക്കളും ഒക്കെ കാണാം കേട്ടോ. എല്ലാം കാണാൻ നല്ല രസമുണ്ട്. അങ്ങനെ അപ്പുറത്ത് ബീച്ച് സൈഡിലേക്ക് പോകാനായിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ റോഡൊക്കെ ക്രോസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഒരുപാട് തവണ നമ്മൾ ഈ ബീച്ചിൽ വന്നിട്ടുണ്ട്. കൂടുതലും എനിക്ക് തോന്നുന്നു നൈറ്റ് ടൈമിലാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്നാലും മോർണിംഗിൽ ഇതുവരെ നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ രാവിലത്തെ ഈ ഒരു കാഴ്ച എന്തൊക്കെയാണെന്ന് കാണാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങിയതാണ് കേട്ടോ. രാവിലെ വന്നപ്പോൾ തന്നെ ഇവിടെ കുറേ പക്ഷികളുണ്ട് കേട്ടോ. അതിനൊരാൾ അവിടെ ഇരുന്ന് തീറ്റയും കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ അതിൽ. പിന്നെ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഒട്ടും ചൂടില്ലായിരുന്നു കേട്ടോ. രാവിലെ ഈ ഒരു വന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട്. കാരണം ഈ ഒരു ടൈമിൽ ഇതുവരെ ഞങ്ങളിവിടെ വന്നിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. വളരെ കാമൻ ക്വയറ്റായിരുന്നു. കാരണം ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ ബീച്ച് സൈഡിൽ. പക്ഷെ അപ്പുറത്ത് നടക്കുന്ന സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് നടക്കാനും ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ രാവിലത്തെ ഈ ഒരു കാഴ്ച കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്ന് ഈ ഒരു രാവിലത്തെ ഈ ഒരു കാഴ്ച കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഈ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഫാമിലി ബീച്ച് സൈഡാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ ജസ്റ്റ് നടക്കാനായിട്ട്. അപ്പോൾ ഞാൻ സായിനെ കൊണ്ട് സ്കൂളിൽ വിട്ടിട്ട് അതുവഴി ജസ്റ്റ് ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഡ്രസ്സോ കാര്യങ്ങളൊന്നും എടുത്തില്ല. പക്ഷേ എനിക്ക് ഈ വെള്ളം കണ്ടിട്ട് ചാടാൻ വേണ്ടിയിട്ട് തോന്നി. അത്രയ്ക്ക് ഭംഗിയാണ് കേട്ടോ വെള്ളം കാണാൻ. എത്ര ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണെന്ന് നോക്കിക്കേ. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ കൊതിയാകും. കാരണം ഒരു വേസ്റ്റോ ഒന്നുമില്ല. അത്ര ക്ലിയർ ആയിട്ട് പനിനീര് പോലെ കിടക്കുന്ന വെള്ളം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും. ഒട്ടും തന്നെ ചൂടില്ലല്ലോ, അതുകൊണ്ട് നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് എൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞാൻ തന്നെ എടുത്തു കേട്ടോ. സായിനെ വിട്ടിട്ട് നേരിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിശക്കാനൊക്കെ പയ്യെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നോക്കി നിന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ വെള്ളം കണ്ടിട്ട് നല്ല ആഗ്രഹമായിരുന്നു എടുത്ത് ചാടാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് പ്ലാൻഡായിട്ട് പോയതൊന്നും അല്ലല്ലോ. അത് ഇറങ്ങാനും പറ്റിയില്ല. കാരണം ഷൂവിലൊക്കെ ചെളിയാവത്തില്ലേ. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെയൊക്കെ നന്നായിട്ട് ക്ലീനാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫുകൾ നന്നായിട്ട് ക്ലീനായിട്ട് കിടപ്പുണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരുപാട് ഷോപ്പുകളും കഫറ്റേരിയകളും ഉണ്ട് കേട്ടോ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ചായ കുടിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ ഒരുപാട് ബാത്റൂമുകൾ പല പല സ്പേസുകളായിട്ടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ഇഷ്ടം പോലെ പാർക്കുകളും ഉണ്ട് കേട്ടോ. ഈ പാർക്കിലൊക്കെ സായിനെ ഒരുപാട് തവണ കൊണ്ടുവന്നതാണ്. ഈവനിങ്ങിൽ ഇവിടെ വന്ന് കണ്ടുമ്പോൾ വേറൊരു ഭംഗിയാണ് കേട്ടോ. കാരണം ലൈറ്റുകൾ കൊണ്ട് അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവിടെ കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഈവനിങ് ടൈം ആകുമ്പോൾ ഇതിലും നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. മോർണിംഗിൽ അത്രയ്ക്ക് കാറ്റുണ്ടായിരുന്നില്ല. ഈവനിങ്ങിൽ വന്ന ടൈമിലൊക്കെ നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. എന്താണേലും വീട്ടിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് തിരിച്ച് നടന്നു കേട്ടോ. നടക്കാനൊക്കെ രാവിലെ ഇറങ്ങുന്നവർക്ക് ഈ സൈഡിൽ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും ഉണ്ട്. പിന്നെ ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് നടക്കാമല്ലോ. പിന്നെ നേരെ തന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് തന്നെ ലേക്ക് പോയേക്കാന്ന് വെച്ചു ലിഫ്റ്റിൽ കയറി നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി വേഗം ഡ്രസ്സ് മാറിയിട്ട് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇപ്പോൾ ദോശമാവിന് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ സായിക്ക് നെയ്റോസ്റ്റും ബുൾസയും കേട്ടോ ഉണ്ടാക്കിയത്. എന്നാൽ പിന്നെ എനിക്കും അത് തന്നെ ഉണ്ടാക്കിയേക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് ചമ്മന്തി ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല കേട്ടോ. വെയിറ്റ് ഒന്ന് കുറയ്ക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഒരു നെയ്റോസ്റ്റ് ആട്ടോ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ വെയിറ്റൊക്കെ കുറയുമെന്നൊന്നും അറിയത്തില്ല. എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം. അങ്ങനെ ബുൾസയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മധുരം ഇല്ലാത്തൊരു ചായയും ഞാൻ ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സീ യു.